ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ മുരിങ്ങക്കായും മാങ്ങയും ഇട്ടിട്ടുള്ള ഒരു നാടൻ കറിയാണ്. ചെമ്മീൻ വെച്ച് എന്തുണ്ടാക്കിയാലും നല്ല രുചിയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിലേക്ക് വേണ്ടത് ഞാനൊരു ഒരു മീഡിയം സൈസുള്ള സവോള എടുത്തിട്ടുണ്ട്, പകുതി തക്കാളിയും 4 പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒരു തരത്തിലുള്ള മല്ലിപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറിയല്ല ഇത്. ഇനി കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മുരിങ്ങക്കായാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കുക. ഇനി കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 300 ഗ്രാം ചെമ്മീൻ ഉണ്ടാവും. അത്യാവശ്യം വലിയ ചെമ്മീനാണ്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. വയറുവേദന കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇതിൻ്റെ വെയിൻ കളയാൻ മറക്കരുത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കലക്കി വെക്കാം. ഈ വെള്ളം എന്ന് പറഞ്ഞത് ഞാൻ ചെമ്മീൻ്റെ ഒരു 5-6 തല എടുത്തിട്ട് അതൊരു കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചെമ്മീൻ്റെ തല കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. നോർമൽ വെള്ളം ഒഴിച്ചാലും മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പം തന്നെ മാങ്ങ ചേർത്ത് കൊടുക്കാത്തത് കാരണം ഇപ്പം തന്നെ ചേർത്ത് കൊടുത്താൽ മാങ്ങ നല്ലപോലെ അലിഞ്ഞു പോവും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. അതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു നിർബന്ധവും ഇല്ല. ഇപ്പം അത് ചെമ്മീനും മുരിങ്ങക്കായൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു മാങ്ങൻ്റെ പകുതിയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ വേവിക്കുക. ഇപ്പോൾ അത് ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പതുക്കെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എനിക്കിത് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് കറി ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറി. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു താളിപ്പ് വേണമല്ലോ. താളിക്കാനായിട്ട് ഒരു പാൻ വെക്കുക. പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും താളിപ്പ്. കാരണം ചില സ്ഥലങ്ങളിലേക്ക് കടുക് പൊട്ടിക്കുകയായിരിക്കും. ചില സ്ഥലങ്ങളിലേക്ക് ചുവന്നുള്ളി താളിക്കലായിരിക്കും. എൻ്റെ വീട്ടിലൊക്കെ കടുകാണ് താളിക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിത്തെറിച്ച് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അടച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് മിക്സ് ചെയ്തിട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക.
ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണയും കടുകും എല്ലാം ഭാഗത്തേക്കൊന്ന് ആവുന്ന രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ കറി കാണാൻ തന്നെ എന്ത് ഭംഗിയാല്ലേ. ഇത് കഴിക്കാനും ഭയങ്കര രുചിയാണ്. എല്ലാത്തിൻ്റെ കൂടെയും ഭയങ്കര രുചിയാണല്ലോ ചെമ്മീൻ കറി. ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.